എത്ര വന്നാലും മടക്കാത്ത നെല്ലിയാൽ മതി. ഐ ലവ് യു നെല്ലിയാൽ മതി. പോട്ടെ. കിളി കുറേ ഉണ്ടല്ലോ. ഇവിടെ അടുത്തൊക്കെ എങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് ഓരോന്നിനെ പിടിച്ച് ചുട്ടിട്ടായിരുന്നു. കിട്ടി. സിങ്ക് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. സിങ്ക് ഉണ്ടെങ്കിൽ 2 കിലോ വെച്ചിട്ട് നാട്ടിക്ക് പാർസലാക്കും. ഒന്നിനും കാണാനില്ലടാ. അപ്പൊ എന്താ ഞാൻ കണ്ടപ്പോ അവിടുന്ന്? അതൊക്കെ എൻ്റെ തോന്നലുകളായിരുന്നു. അപ്പോ അതൊന്നിച്ച് നിർത്തിയ കണ്ടിട്ട് ഓടിപ്പോയിരിക്കും. ആരെയും ഒറ്റന മുണ്ട. ആ ചെറിയ കിളിയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ ഈ സൗണ്ട് ഉണ്ടാക്കണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. അവിടെ ഉണ്ട്, പക്ഷെ ആ സൈഡിലാടാ, അതുകൊണ്ട് അവിടെ കാണാത്ത. അപ്പൊ അതൊക്കെ ഇല്ലേ എങ്ങനെ ഉണ്ടാ ബോധേ. യൂറിൻ പാസ് ചെയ്യണമെന്ന് എനിക്ക് മൂടുണ്ട്. പക്ഷെ എന്താ വെച്ചാ നോമ്പൊക്കെ എടുത്തിട്ട് വെള്ളം എടുക്കാണ്ട് വൃത്തിയില്ലാണ്ട് ശേഷോ മീശോ. നോക്കിയാക്കേ എന്നെ ഭംഗിയല്ലേ. നമുക്ക് അത് ചെയ്താലോ ഒരു ദിവസം. ഇതൊക്കെ ക്ലീൻ ചെയ്യണതൊരു വീഡിയോ ആക്കി പടക്കാം. എങ്ങനെയുണ്ടാവും ഗായ്സ്? എല്ലാം ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ പടക്കാം. ഇപ്പൊ ഫുൾ ട്രെൻഡിങ് അതാണല്ലോ. വലിയ നന്മ മരം വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കണ്ട മലകൾ. അതിൽ സൂര്യൻ നിൽക്കണം. നിപ്പണ്ട കണ്ട ടോർച്ചടിച്ചിട്ട്. അടാ ഇങ്ങനെ ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ലൈന് അല്ലടാ, ഈ മലയുടെ മുകളിക്കില്ലേ മേഘത്തിന്റെ ഇടയിൽ കൂടെ വെളിച്ചം വരുമ്പോ ഓരോ ലൈനുകൾ കണ്ടണ്ട. അതായത് ആ സാധനം മറ്റേ സിനിമയിലും വീഡിയോസിലൊക്കെ കാണുന്ന മാതിരി ഞാൻ ഇതില് ഫിൽറ്റർ ആയിട്ടോ ഒക്കെ ശരിയാക്കി തരാം. കണ്ടോ, ഈ കിളികൾക്കൊന്നും കാടിനോടൊരു ബഹുമാനം സ്നേഹമില്ല. ഒക്കെ ഒറ്റമൂലിയും കൂടി ഉണ്ടോ. കണ്ടാ മേലെ നിന്നിട്ട് കൊക്കറ പറയുന്നത്. അവിടെ നിന്നിട്ട് മയിലുകള് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രസമുണ്ടല്ലേ. ചമ്പറത്തി ആരാ വരുന്നു? വണ്ടി നേരെ എടുക്കുക, ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്ന് കണ്ടോ. ഫോറസ്റ്റിൻ്റെ വണ്ടിയോ? എന്ത് വണ്ടിയാടാ? അത് മറ്റേ ഐസ് വണ്ടിയാ? അല്ലല്ലേ. ചെമ്മരത്തി ഹേട്ടാ സെള്ളം കൊഞ്ചത് താറാട്ടെ. സോറും ഉണക്കമീൻ പൊരിച്ചതും ചാറല്ല താളിപ്പൂവും മീൻ പൊരിച്ചതും ഉണക്കമീനും താളിപ്പൂ. എന്ത് താളിപ്പൂവേ? അരിയുടെ പേരിരിക്കോ? താളിപ്പൂവും കറിയല്ലേ? ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി അരിയുടെ ഒക്കെ പേരായിരിക്കും. ഉണക്കമീനും താളിപ്പൂവാനും പിന്നെന്താ തിന്ന് പറയാ? ചോറും ഞങ്ങൾ ആൾക്കൊക്കെ കഴിച്ചു. മുസഫിന് നല്ല വൈബായിക്കടേ. മുസഫിന് ഞാൻ ഏറ്റവും അടിപൊളിയായി വന്നത് ഇതിലാണെന്ന്. അത് കൊറേ അവിടേക്ക് പോയിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഒരുപാട് ഇപ്പൊ ആയിരുന്നോ. പിന്നെ എന്ത് പറ്റിയെന്നറിയോ? ചിലവരൊക്കെ കണ്ട് മാറി. കണ്ടിട്ട് പറഞ്ഞാല് നമ്മളെന്തും വേണ്ടാണ്ടായി. അങ്ങനെയല്ല കേട്ടോ. കാശ് വേണ്ട വെച്ചാ പറയാം. കാശ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറക്കും. നമ്മങ്ങനെ മറ്റേ ഓരോരുത്തർ കഞ്ചാവ് അടിച്ച് പറക്കും. പക്ഷെ നമ്മളിങ്ങനെ പറക്കും. നമുക്ക് 2 വണ്ടി നമ്മൾ അത് വെച്ച് പറന്നപ്പോ ആണോ ക്യാമറ ഓണാക്കി ഉണ്ടോ നോക്കുക. ഒക്കെ വലിയ വൈബിന് പറഞ്ഞിട്ടേ. ഞാൻ മൂഞ്ചിന്ന് വിചാരിച്ചതാ. വട്ടത്തിലും നീളത്തിലും മൂഞ്ചിയില്ല. ഇവിടെ ഒന്നും വെള്ളമില്ല. പന്നീന്ന് അല്ല നന്ദിന്ന്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴൊക്കെ വെള്ളമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ ഏതൊരു വെള്ളച്ചാട്ടം ഇവിടെ ചെടിക്കും മഞ്ഞ കളറായി. ചെടിയും മഞ്ഞ കളറായില്ലേ മരങ്ങളൊക്കെ. ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ കളറാട്ടി മഞ്ഞ കളറായത്. കൊള്ളാം. സൂര്യൻ ഹല്ലേലൂയ സ്തോത്രം. എന്താണ് മോത്തേക്ക്
അയ്യോ അയ്യോ എന്താ ഓട്ടർഫേ ഓടിച്ചടിക്കുന്നു സൈക്കിള് ഓടിക്കണമായിട്ട് വെട്ടിച്ചളിക്കണോണ്ട് കൊള്ളാലോ ഇവിടുത്തെ ലോക്കലാവും. അതിന്റെ അഹങ്കാരല്ലേ ഇതൊന്നുമല്ല അതാണെങ്കിലേ മറ്റേ മോട്ടർ തന്നെ അവിടെ പിടിച്ച നല്ല കാടിന്റെ പേരില്ലേ അവ എല്ലാരും പാടെ യോഗം കുടിക്കും അവിടെ സ്ഥലത്ത ഊറടിക്കും അവരുടെ നാട്ടിലത്തെ ചീവിടളനെ വേണ്ട ഡൈനോസർ മുട്ട ബ്രിട്ടീഷുകാരുടെ കറുത്ത മുട്ട കഴിച്ചിട്ടുണ്ടോ അമേരിക്കക്കാരുടെ വെളുത്ത മുട്ട ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. ആ ഈ മരത്തിലൊക്കെ തോന്നുന്നു കട നോമ്പാടാ നോമ്പുറിയണം മണം സഹിച്ച അല്ല ആസ്വദിച്ച അത് പെർഫ്യൂം മറ്റേ ചെലം കെട്ടിട്ട് ഓടി വരുന്ന പോലെ. പ്രേതാലയം മടുക്കുന്ന ആന വരുന്നുണ്ടാവില്ല ഭ്രാന്തായിട്ട്. അല്ല ആനകളുടെ ഒറ്റക്കൊക്കെ വീഡിയോസ് കണ്ടുണ്ടോ? അതിന് ഇതേമാതിരി സൗണ്ട് ഉണ്ടാവും. ആനകൾ ഇങ്ങനെ പോണതിന്റെ ഉള്ളിൽ കാടിന്റെ ഉള്ളിൽ ക്യാമറ റോഡൊക്കെ ഇടിഞ്ഞു പോയതാണ്. ഇത്ര ഉണ്ടായിരുന്ന റോഡാ അവിടെ എത്തിയപ്പോ ഒരെണ്ണായി. കൊള്ളാം. എന്താ ഒരേ തരത്തിൽ അത് നല്ല വൃത്തിയില് ചെല്ലുണ്ട് കേട്ടോ അല്ലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇനി അങ്ങനെ ആയിരിക്കോ ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? അവരുടെ ദൈവവിശ്വാസം കൊണ്ട് അവരുടെ ഇതിലുള്ള ദിക്കറുകളായിരിക്കും. നന്നായി ഇന്നലെ പറയാൻ പറ്റില്ലട്ടോ. നല്ല ഈമുള്ള ജീവികളാ. റമദാൻ മാസമായിട്ട് ഒരെണ്ണം ഉണ്ടാണ്ടിരിക്കുന്നില്ല. ഒക്കെ നിൽക്കുന്നതല്ല അതിനാ നോക്കിയാ ഉറക്കെ. പറയാൻ പറ്റില്ലല്ലേ, കാരണം ഇത്രയും വലിയ ബുദ്ധിയുള്ള മനുഷ്യന്മാര് മീമ എങ്ങനെ ഓരോന്നില്ല. പിന്നെ പറ്റ ഈ ചെറിയ ജീവികളുടെ കാര്യം പറയാനില്ലല്ലോ. അവരെന്തായാലും ചെല്ലുണ്ടാവും. ഇതിപ്പോ അവരുടെ ദിക്കറാവും. ആണെങ്കിൽ നമുക്ക് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ചെല്ലണമെങ്കിൽ ചിലപ്പോ നമ്മുടെ ലൈഫിലും കാര്യം ഉണ്ടാവും. ഇതിപ്പോ പെട്ടെന്ന് ഉണ്ടായതാണോ? ആ ഇതിന്റെ ഓണമാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും നമ്മളടി. നോമ്പുണ്ട് തേങ്ങ എന്നും നോമ്പെടുക്കില്ല. പക്ഷെ റൈഡ് പോകാണ്ടപ്പോ ഒന്ന് നോമ്പാ പൂസി. നമ്മൾ ഇവിടുന്ന് നോമ്പറക്കൂട്ടോ. അതാണ് സ്പെഷ്യൽ. ഇറങ്ങിയാലോ തട്ടി തടഞ്ഞ് ഉരുണ്ടാണ്ട് പോയാണ്ടല്ലോ ഒന്നും നോക്കണ്ട പോലെ. മറ്റേല് പറഞ്ഞ മാതിരി പോയവര് പോയി വന്നവര് തിരിച്ചു പോവുക. ആ സംഭവം അവരെന്താ നോക്കോണ്ടിരിക്കൂലേ. പിന്നെ രണ്ടും നമ്മുടെ മുതലാണല്ലോ എന്നുള്ളതാണ് സമാധാനം. ഈ സ്വീകരം നമ്മളല്ല അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ മറന്നുണ്ടാക്കാം. ഇവിടെ വെളിച്ചൊക്കെ ഉണ്ട്. ഈ വെളിച്ചം നമ്മളിലേക്ക് പതിക്കണില്ലേ. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നമ്മള് തിരയുന്ന ജീവികൾക്ക് കറക്റ്റ് മാർക്കിങ് കിട്ടും. നമ്മള് ആ മൂഡ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ഒന്നും കാണില്ല. വല്ല ഗുഹ ഉണ്ടോ നോക്കട്ടോ. അതിനോട് എന്തൊക്കെ ഇറങ്ങി എന്തേ സാമാനം കിടക്കണ പോലെ തോന്നണ്ട. വെള്ളം ഉണ്ട്. അത് വെള്ള ഇപ്പൊ മൂലിരുന്നാണല്ലോ മൂളക്കം കേൾക്കാമല്ലോ. ഇവിടുന്നാണ്ട് നല്ല വഴി. എന്നാലും ഒന്ന് കാണാനേ. മൂങ്ങ വെള്ളി മൂങ്ങയാണെങ്കി വെള്ള. നമ്മള് വരുമ്പോ കണ്ടില്ലേ ഞാൻ പറഞ്ഞപ്പോ ഏത് അവര് ഇടവഴിന്ന് ശ്രദ്ധിച്ചില്ല. അത് പറക്കാൻ ചോപ്പുള്ളത് പ്രേതാലയം. ആ കണ്ണു കാണാനല്ലേ ചെയ്യുന്നത്.
ഒക്കെ ഓരോ ഇതല്ലേ അതന്നെ. ഫാമിലി ആള് കോമഡി ആയിട്ടല്ലേ. പുതിയതല്ലേ മറ്റേ പൊങ്കാലൊക്കെ വീഡിയോ ഉണ്ട്. അവിടെ വന്ന് പൊക്കിക്കൊണ്ട് പച്ചക്കൂല് മഞ്ഞക്കൂല് കൂടെ കേട്ടാ ജീപ്പ് കയറി ഇറങ്ങിണ്ടാവുക. നോമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു 4 വഴി നടന്നു കഴിഞ്ഞാ നോമ്പറക്കാം. സമയം പോണ തന്നെ അതിന് കാടിന്റെ ഫീലുണ്ടല്ലേ, ചെറുപ്പത്താലെ തണുക്കണം എനിക്ക് നല്ല സുഖം. വണ്ടി ആരുടെ വണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫ് റോഡ് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ലയൺ മങ്കീസ് സിംഗല വാല കൊരക്കല്ലേ. അപ്പൊ വാലിന്നല്ല ലയൺ മങ്കീസ്. കോഴി കാട്ടുകോഴി അതിനെ പിടിച്ചാലോ. കാട്ടുകോഴി ഓർത്ത് വെച്ച് ബിരിയാണി നല്ല രസം അവിടെ എറിഞ്ഞോക്കണോ. ഇവിടെ നിൽക്കണം കാട്ടുകോഴി ബിരിയാണി വെടിയിറച്ചി ഏറിറച്ചി മൊത്തം പണി. അവിടെ ഫോറസ്റ്റ് ഓഫീസർ കടന്നു പോകണ്ടല്ലോ, സ്വർഗം കാണും ചെയ്യും. ഇതൊക്കെ ഇല്ല, ചിലപ്പോ അവര് ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ലയൺ മങ്കിനെ എണ്ണത്തിന് പിടിക്കണോ. ബിരിയാണി അങ്ങനെ കൊടുത്തോ ആർക്ക്. ഇപ്പൊ കാരക്കാട്ടിൽ പ്ലെയിൻ ഇറച്ചിയാ, ഇറച്ചി സ്മോക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാന് അവിടെ വന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കണ്ടന്റ് വേണ്ടേ, എന്തെങ്കിലും ചെയ്ത് റീച്ച് ഉണ്ടാക്കി. കായ്ക്കട്ടി അത്രേ അല്ല പറഞ്ഞ പോലെ എന്താ കൈകാട്ടി സ്ഥലം. കൈകാട്ടി ഉണ്ട്, അതെവിടെ കൈലിയാടോ. അതല്ല അവിടെ വെച്ചോണ്ട് കൈകാട്ടിന്നേ. അതാണ് ഇവിടുത്തെ പോലീസിനെ കളിയാക്കിട്ടോ കൈകാട്ടി. ഇവിടെ ഫുള്ള് കൈകാട്ടിയാക്കണം. എന്റെ മറ്റേ ഫോട്ടോ അല്ലേ, ആ ഫോട്ടോ വീഡിയോ പെടുത്തുന്നതാ. ഏത് ഫോട്ടോ? ആദ്യത്തെ ഫോട്ടോ ഞാൻ ഇതൊക്കെ ഡീപ്പ് കിട്ടുന്നില്ലേ, ആ ചാടിന് അടിയിൽ ഹെൽമെറ്റും ചെരിഞ്ഞിട്ടും ഇവിടുന്നൊക്കെ ചാടുന്നത്. ഇവിടെ അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ടേ. ഓ ലോറി കേറിക്കോ ഇപ്പൊ സമയമുണ്ട്. മഞ്ഞ കളറോ തറിയിലല്ല എന്താ തിന്നു. നോമ്പൊന്നുമില്ല കയറാൻ പറഞ്ഞ നായിയെ നോമ്പെടുത്തിട്ടില്ല. അവൻ പറഞ്ഞു കൊടുക്കണ്ടേ. അവനെന്തേ സമയത്ര 9:04. എടാ മക്കളെ റോട്ടിൽ നിന്ന് ഇറങ്ങിയടാ, റോട്ടിൽ നിന്ന് മാറിക്കണം. എടാ തന്റെ മക്കളെ നോക്കി വണ്ടി കാറ് ഞാൻ കണ്ടു. ഇതെന്താ ക്യാമറ കുടിവെള്ള പദ്ധതിയാണോ, പോയേക്കണോ. ഇറങ്ങി പോ. അമ്പലൊക്കെ ഉണ്ട് അതിന്റെ അടിപൊളി. ഞാൻ മറ്റേ ശരിയാവില്ലേ, ചിലപ്പോ അങ്ങോട്ട് പോവാടി. നെല്ലിയാമ്പതി ചോര ഇറങ്ങി താഴെ കണ്ട് പറയും. ഞാൻ തീരുണ്ട് വന്നാ മാനി. ഇത് എന്താണ്, ഇതിന് വേറെ പേരുണ്ടാ, സാമ്പാർ ഡിയറോ എന്താണ്, കലമാനോ കിട്ടിയില്ലേ. വീഡിയോ നിർത്തിട്ട് ഓണാക്കിട്ടുണ്ട്. അവിടെ നിർത്തി അവൻ പോവാൻ കാണിച്ച് നോക്കാണ്. പിന്നെ ഇനിയിപ്പോ അവനെ പിടിക്കാൻ വല്ല സിങ്കും വന്നാലോ.
റോഡ് പകുതിയായി നിൽക്കുന്നു. ഇങ്ങനെ പോണോ നടത്തുന്നതിനൊരു പ്രത്യേകത. ആ ഒറ്റക്കണ്ടു കിട്ടോ അല്ലേ? സോളോ വൈബ് തോന്നുന്നു. സിംഗിൾ ബോയ് ആണോ? അതിൻ്റെ ഉള്ളിൽ കയറി പോയി. ഇവിടുന്നാണ് ആനനൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. മാനെ കണ്ടിരിക്കണം. ഇവിടുന്നാണ് കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മാനും ആനയെ കാണാം. ആനനെ അന്ന് കണ്ട മലാണിത്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ, രണ്ടെണ്ണത് ആ മലയുടെ മുകളിൽ. പന്നികള് പന്നീന്റെ പോലെ ഓരോ തവണ വരുമ്പോൾ ഇവര് ചേഞ്ച് ചെയ്ത് ചറപറ നെറ്റായി. ഇപ്പം അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇവരെ പോകാൻ പറ്റാന്നല്ല. പോയി ഇന്നലെ അവിടെ വലിയ സംഭവമൊന്നും ഇല്ല. തുമ്പത്ത് പോയിരിക്കും. തുമ്പത്ത് ഇങ്ങനെ അങ്ങോട്ട് കാണാന്ന് മാത്രം. ഒരെണ്ണം കിട്ടി. പക്ഷെ ഒരു വെടി കൊണ്ടാവാറുണ്ട്. ചന്തിക്ക് വെടി കൊണ്ടാവാറായോ? വെടി കൊണ്ട മാതിരിയുണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മള് പോയില്ലേ? അതാ ചുമരുമ്പോ ഇങ്ങനെ തള്ളിട്ടേ അങ്ങോട്ടും പോകാൻ പറ്റില്ല. ഫുള്ള് കേറി, ഫുള്ള് അവിടെ നിന്ന് കേറി കോടാ. സ്വർഗം കാണും. എപ്പോ വേണമെങ്കിൽ കുറച്ച് ബോംബും മിസൈലും എടുത്ത് എറിഞ്ഞെടുക്കാം. ഈ പാകിസ്ഥാനികളുടെ ഒക്കെ സ്വർഗത്തിന്റെ കേസ് പറഞ്ഞപ്പോ ഫ്ലൈറ്റിന്റെ കാര്യം ഓർമ്മ. ഫ്ലൈറ്റുകളുടെ ട്രോളുകളുണ്ടല്ലോ. എമിറേറ്റ്സ് ഇല്ലേ, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഇവരൊക്കെ പറയും വി ക്യാൻ ഫീൽ യു ഹെവൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഇതിൽ കയറിയ ഹെവൻ ഫീൽ ചെയ്യും പറയും. അപ്പൊ എയർ ഇന്ത്യ ഞങ്ങൾ ഹെവനിക്ക് തന്നെ എത്തിച്ചേരും. ഇതിനെ ഫീൽ ചെയ്യും. എന്താലേ എന്തിനാ ഫീലിംഗ്? ഞങ്ങൾ മറ്റേ വീഡിയോ ഒക്കെ ഉണ്ട്. മ്യൂസിക്കൽ റോഡ് സമാധാനൊക്കെ പോയില്ലേ? എന്നാ പോവാ. ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. കേശവന്മാരുടെ തൂക്കുവാലം പോകുമ്പോ നല്ല വഴിയൊക്കെ, പക്ഷെ വഴി തന്നെ ഉള്ളു. തൂക്കുവാലം അതിനുള്ള ഒന്നുമില്ല, വെറുതെ. പിന്നാണെങ്കിൽ അടികൂടെ വെള്ളം പോണ്ടാവും. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചെന്ന്. നോമ്പ് മുറിക്കാൻ നോക്കുക. കണ്ടോ, എന്നെ പോലത്തെ ഓരോ പിശാസുക്കളുടെ കൂടെ വന്നിട്ടാണ് ഈ മനുഷ്യന്മാര് നാശം. ഞാൻ വെറുതെ പറയുകയാണെങ്കിലും ആ നായി എടുക്കലൊക്കെ അവനക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നത്. ഞാൻ എന്താ പറയണേ, ഞാൻ കഴിഞ്ഞു പോയ കഥകൾ പറയല്ലേ, മുന്നേ കഴിച്ച കഥകൾ പറയാ. ഇവിടെ കിടന്ന് കടന്നിട്ട് കുത്തേനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിയമവിരുദ്ധമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ വല്ല കാട്ടാന, ഫോറസ്റ്റ് എലിഫന്റ് നോക്കണോക്ക ഇങ്ങോട്ട് വരാനുള്ള ഫീലുണ്ടോ? മുതലായില്ലേ? മേലൊന്നും ഇല്ലല്ലോ അല്ലേ? അതിന്റെ ബാക്കിയുള്ളവർ നാന, ഇതിന്റെ പേര് നാന, ബാക്കിയുള്ളവരുടെ പേര് അവന. മന്തി മതി കൊടുക്കി. കുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപുഞ്ചി മഴയത്ത് എന്തോ കടിക്കണൊക്കെ ഉണ്ട്. നമ്മക്കണ്ട് നിരങ്ങി വരുവര് ഉരുണ്ട് വന്നിട്ടില്ലേ? കാണാനടാ, ഇതിന്റെ മുകളിൽ കയറി നോക്കാൻ ചിലപ്പോ കാണും.
മേലെന്ന് ഇങ്ങോട്ട് നോക്കിയാണോ? അത് നിക്കണത് 2 മീറ്റർ അപ്പുറത്താണ് ഞാൻ ഈ പറയുന്നത് തപ്പോട്ടി. ഇതിപ്പോ ഇവിടുന്ന് കേറിയ നേരെ അതിന്റെ തൊള്ളയിലേക്കാതെ നമ്മളെത്തുക. നമ്മളിപ്പോ ആനനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്ലോഡ് എടാ ഇത് കുട്ടിയത് എന്ത് പെണ്ണാണ്.